പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് നരേന്ദ്രമോദി. രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മോദിക്കൊപ്പം 72 അംഗ മന്ത്രിസഭയും സത്യവാചകം ചൊല്ലി. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. രാഷ്ട്രപതി ഭവനിലെ ഫോർകോർട്ടിൽ പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കിയാണ് മൂന്നാം തവണയും നരേന്ദ്രമോദി സത്യവാചകം ചൊല്ലിയത്. നരേന്ദ്രമോദിക്ക് പിന്നാലെ രാജ്നാഥ് സിംഗും തുടർന്ന് അമിത്ഷായും സത്യപ്രതിജ്ഞ ചെയ്തു. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा. मैं संघ के मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा. കേരളത്തിൽ നിന്ന് സഹമന്ത്രിമാരായി മന്ത്രിസഭയിലെത്തിയ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ദൈവനാമത്തിലാണ് സത്യവാചകം ചൊല്ലിയത്. I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. I, George Kurian, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall. ആകെ 72 മന്ത്രിമാർ ഇന്ന് മോദി മന്ത്രിസഭയുടെ ഭാഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. നിതിൻ ഗഡ്കരി, എസ് ജയശങ്കർ, നിർമ്മല സീതാരാമൻ, അർജുൻ രാം മേഘ്വാൾ, HD കുമാരസ്വാമി തുടങ്ങിയവരും മന്ത്രിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപിക്ക് ആശംസകൾ നേർന്ന് നടൻ മോഹൻലാൽ. ഡൽഹിയിലേക്ക് പോകും മുമ്പ് സുരേഷ് ഗോപി വിളിച്ചിരുന്നു. മലയാള സിനിമാ മേഖലയ്ക്ക് അഭിമാന നിമിഷമാണെന്നും മോഹൻലാൽ 24നോട് പറഞ്ഞു. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായ ശ്രീ സുരേഷ് ഗോപിക്ക് എന്റെ ആശംസകൾ. മൂന്നാം മോദി സർക്കാരിന്റെ ഒരു മന്ത്രിയായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള സന്തോഷം അറിയിക്കുന്നു. വ്യക്തിപരമായിട്ടും എനിക്ക് വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹമായിട്ട്. അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം, ബോധ്യമുള്ളതാണ്. തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫിലിം ഫ്രട്ടേണിറ്റിക്കും വലിയൊരു അഭിമാനം തന്നെയാണ്. വേറെ ഭാഷകളിൽ നിന്നൊക്കെ കേന്ദ്രമന്ത്രിമാരായിട്ട് ആൾക്കാർ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭാഷയിൽ നിന്ന് ആദ്യമായിട്ടാണല്ലോ ഒരാൾ പോകുന്നത്. വിളിച്ചു അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നതിന് വിളിച്ച് സംസാരിച്ചു. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വൻ ആഘോഷമാക്കി കേരളത്തിലെ BJP പ്രവർത്തകർ. മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും വിവിധയിടങ്ങളിൽ പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചു. സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവനിൽ പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ആഘോഷിച്ചത്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിലും തിരുവനന്തപുരത്തെ ചെറു കവലകളിലും പ്രവർത്തകർ പായസം വിതരണം ചെയ്തു. കോഴിക്കോട് NDAയുടെ നേതൃത്വത്തിലാണ് ആഹ്ലാദ പ്രകടനം നടന്നത്. വെള്ളയിൽ മുതൽ കോഴിക്കോട് ബീച്ച് വരെ നടന്ന ജാഥയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തൃശൂരിലും വിപുലമായ ആഘോഷങ്ങളാണ് നടന്നത്. ആദ്യമായി അക്കൗണ്ട് തുറക്കാനായതും സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചതും ആവേശം ഇരട്ടിയാക്കി. അതെ, ഭയങ്കര സന്തോഷമാണ്. തൃശ്ശൂര് സുരേഷ് ഗോപി MP ആയതിന്റെ സന്തോഷം, സുരേഷ് കേന്ദ്രമന്ത്രി ആയതിന്റെ സന്തോഷം, അങ്ങനെ ഇരട്ടി സന്തോഷത്തിലാണ് ഇവിടെ എല്ലാവരും. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയധികം ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചതും തൃശ്ശൂരിന് എന്തായാലും ഒരു പുതിയൊരു വികസന മുഖം കൊണ്ടുവരാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. നേതാക്കൾ ഡൽഹിയിലായതിനാൽ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. ന്യൂസ് ഡെസ്ക് 24. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. 2 വട്ടം തൃശൂരിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും മൂന്നാം വട്ടം വിജയം സുരേഷ് ഗോപിക്കൊപ്പമായിരുന്നു. ചലച്ചിത്ര താരത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വളർന്ന സുരേഷ് ഗോപി SFIയിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് എന്നതാണ് കൗതുകകരം. 1965 KS സേതുമാധവന്റെ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ ബാലതാരമായിരുന്നു സുരേഷ് ഗോപി.
ചെറുവേഷങ്ങളിലൂടെ ചുവടുവെച്ച് പ്രശസ്തിയിലേക്ക് പടിപടിയായി ഉയർന്നു. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകൾ നായകൻ എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ഗ്രാഫ് ഉയർത്തി. ഷാജി കൈലാസിന്റെ തലസ്ഥാനത്തിലൂടെ നായകവേഷത്തിൽ ശ്രദ്ധേയനായി. മണിച്ചിത്രത്താഴും കമ്മീഷണറും ലേലവും പത്രവുമൊക്കെ പണം വാരിയതിൽ പിന്നെ സുരേഷ് ഗോപിക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല. കളിയാട്ടത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സുരേഷ് ഗോപിയെ തേടിയെത്തി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് പഠനകാലത്ത് SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു സുരേഷ് ഗോപി. സുവോളജിയിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. തുടർന്ന് കോൺഗ്രസിലേക്ക് ആകർഷിക്കപ്പെട്ടു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾക്കായും UDF സ്ഥാനാർത്ഥികൾക്കായും സുരേഷ് ഗോപി പ്രചാരണത്തിനിറങ്ങി. മലമ്പുഴയിൽ VS അച്യുതാനന്ദനായും പൊന്നാനിയിൽ UDF സ്ഥാനാർത്ഥി MP ഗംഗാധരനു വേണ്ടിയും പ്രചാരണം. 2016 ഏപ്രിലിൽ രാഷ്ട്രപതി സുരേഷ് ഗോപിയെ രാജ്യസഭാംഗമായി നിയമിച്ചു. 2016 ഒക്ടോബറിൽ BJPയിൽ ചേർന്ന സുരേഷ് ഗോപി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായെങ്കിലും 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും 3ാം സ്ഥാനത്ത് തന്നെയാണ് എത്തിയത്. എന്നാൽ ഇത്തവണ 70,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടത്. ചലച്ചിത്ര വിതരണ കമ്പനി നടത്തിയിരുന്ന ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും മകനാണ് സുരേഷ് ഗോപി. രാധിക നായരാണ് ഭാര്യ. നടൻ ഗോകുൽ സുരേഷും അന്തരിച്ച മകൾ ലക്ഷ്മി സുരേഷുമടക്കം 5 മക്കളുണ്ട്. റിസർച്ച് ഡെസ്ക് 24. പ്രതീക്ഷിക്കാതെ എത്തിയ സ്ഥാനലബ്ധിയിലുള്ള സന്തോഷത്തിലാണ് കോട്ടയം കാണക്കാരിയിലെ ജോർജ് കുര്യന്റെ പൊയ്ക്കാരൻ കാലായിൽ വീട്. ദീർഘകാലമായുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരമാണ് കേന്ദ്രമന്ത്രി സ്ഥാനമെന്ന് ഭാര്യ OT അന്നമ്മ പറഞ്ഞു. കേന്ദ്രമന്ത്രിസഭയിലേക്കുള്ള കടന്നുവരവ് അപ്രതീക്ഷിതമായിരുന്നുവെങ്കിലും BJPയിലേക്കുള്ള വരവ് ജോർജ് കുര്യന് അങ്ങനെ ആയിരുന്നില്ല. 4 പതിറ്റാണ്ട് നീണ്ട പ്രവർത്തന പാരമ്പര്യം മുതൽക്കൂട്ടാണ്. മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുന്നത് കാണാനായി ഡൽഹിയിലേക്ക് തിരിച്ച ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാകുമ്പോൾ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും സ്വപ്ന സമാനമായ നിമിഷം. ആയിരത്തി 1978 വിദ്യാർത്ഥി ജനതയിലൂടെയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായും BJP സംസ്ഥാന ഉപാധ്യക്ഷനായും ചുമതല വഹിച്ചു. നിലവിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ നിന്നും മത്സരിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം, യുവമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ചാനൽ ചർച്ചകളിലെ സ്ഥിരം സാന്നിധ്യമാണ് ഈ 64-കാരൻ. 24 കോട്ടയം. 3ാം മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാരെ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇരുവരും അനുഭവ പരിചയമുള്ളവരാണ്. അവർക്ക് തന്റെ ഉപദേശത്തിന്റെ ആവശ്യമില്ല എന്നും ഗവർണർ പറഞ്ഞു. We are very happy. We are very happy. It will give generally a sense of participation to the people of Kerala in the conduct of the national affairs. So this is something we should be welcomed. There is no need for me to advise them. They are very experienced people, mature people. They are committed to the agenda of the government. 3ാം മോദി സർക്കാരിൽ ഘടകകക്ഷികൾക്കും അർഹമായ പരിഗണന. JDU, TDP ഉൾപ്പെടെ ഘടകകക്ഷികളിൽ നിന്ന് 12 പേർക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചു. ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിനാൽ NCP അജിത് പവാർ വിഭാഗത്തിൽ നിന്ന് ആരും സത്യപ്രതിജ്ഞ ചെയ്തില്ല. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത 3ാം മോദി സർക്കാരിൽ മന്ത്രിസ്ഥാനത്തിനായി ഘടകകക്ഷികൾ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. NDAയിലെ 2-3 സ്ഥാനങ്ങളിലുള്ള ഘടകകക്ഷികളായ TDP, JDU എന്നിവയിൽ നിന്നും 2 മന്ത്രിമാർ വീതം സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം രാംമോഹൻ നായിഡു, ചന്ദ്രശേഖർ പെമ്മസാനി എന്നിവരാണ് TDP മന്ത്രിമാർ. മുൻ ദേശീയ അധ്യക്ഷൻ ലലൻ സിംഗ്, രാംനാഥ് ഠാക്കൂർ എന്നിവരാണ് JDU മന്ത്രിമാർ. RLD അധ്യക്ഷൻ ജയൻ ചൗധരി, LJP രാംവിലാസ് വിഭാഗം അധ്യക്ഷൻ ചിരാഗ് പസ്വാൻ, JDS നേതാവ് HD കുമാരസ്വാമി, ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് പ്രതാപ് റാവു ജാദവ്, ഹിന്ദുസ്ഥാനി അവാം മോർച്ച അധ്യക്ഷൻ ജിതിൻ റാം മാഞ്ചി, ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ അംഗം ചന്ദ്രപ്രസാദ് ചൗധരി, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അധ്യക്ഷൻ രാംദാസ് അത്താവ്ലെ, അപ്നാദൾ സോണിലാൽ നേതാവ് അനുപ്രിയ പട്ടേൽ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത മറ്റ് ഘടകകക്ഷി മന്ത്രിമാർ. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകാൻ BJP തയ്യാറാകാത്തതിനെ തുടർന്ന് മന്ത്രിസഭയിൽ ചേരാനില്ലെന്ന് NCP വ്യക്തമാക്കി. ക്യാബിനറ്റ് പദവി ലഭിക്കുന്നതുവരെ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് അജിത് പവാർ അറിയിച്ചു.
24 ഡൽഹി. നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയായി വിദേശ രാഷ്ട്ര തലവന്മാർ. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിന്റെ ഭാഗമായിരുന്നു. പ്രതിപക്ഷ നിരയിൽ നിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പങ്കെടുത്തു. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശ പ്രാതിനിധ്യം ശ്രദ്ധേയമാണ്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു, ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ, ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നംഗ്യേൽ വാങ്ചുക്, മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നാഥ്, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, സേഷൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ് എന്നിങ്ങനെ 7 ലോകരാഷ്ട്ര നേതാക്കളാണ് ചടങ്ങിന്റെ ഭാഗമായത്. വീണ്ടും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് നിരവധി ലോക നേതാക്കളും പ്രമുഖരും ആശംസകൾ അറിയിച്ചു. വിവിധ മതവിഭാഗത്തിൽ നിന്നുള്ള 50ഓളം പുരോഹിതരും ചടങ്ങിലേക്കെത്തി. അഭിഭാഷകർ, ഡോക്ടേഴ്സ്, കലാകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾക്കും ക്ഷണമുണ്ടായിരുന്നു. പ്രതിപക്ഷ നിരയിൽ നിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മാത്രമാണ് പങ്കെടുത്തത്. ഇവർക്ക് പുറമെ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ, സംഘടനാ ചുമതല വഹിക്കുന്ന ഭാരവാഹികൾ എന്നിങ്ങനെ 1000-ലധികം വ്യക്തികളും സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയായി. 24 ഡൽഹി. ജമ്മുകശ്മീരിലെ റിയാസി ജില്ലയിൽ ഭീകരാക്രമണം. തീർത്ഥാടകരുടെ വാഹനത്തിന് നേരെയുണ്ടായ വെടിവെപ്പിൽ 9 പേർ കൊല്ലപ്പെട്ടു. വെടിവെപ്പിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടായത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ? മേഖലയിൽ ഭീകരർക്കായി സൈന്യം തിരച്ചിൽ തുടങ്ങി എന്നുള്ള വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. എന്താണ് അതിന്റെ അപ്ഡേഷൻ? എന്താണ് അച്യുതൻ? റീജിത്ത്, ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഭീകരാക്രമണം ഉണ്ടായത്. അതായത് തീർത്ഥാടകരുമായി സഞ്ചരിച്ച ബസ്സിന് നേരെ വെടിവയ്പ് നടത്തുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം 9 പേർ ഈ ഒരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 33 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. റിയാസി ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ആക്രമണം ഈ ബസ്സിന് നേരെ ഉണ്ടായത്. ഉണ്ടായിരുന്നവരെല്ലാം തീർത്ഥാടകരുമായിരുന്നു. നിലവിൽ ഈ മേഖലയിൽ ഇപ്പോൾ ഭീകരർക്ക് ആയിട്ടുള്ള സൈനിക നടപടി സൈന്യം സ്വീകരിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് 6 മണിയോടുകൂടിയാണ് ഈ ഒരു ഭീകരാക്രമണം ജമ്മു കശ്മീരിൽ ഉണ്ടായത്. ശരി, അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്ത് നിന്നൊരു വാർത്ത പുറത്തു വരുന്നത് വാഹനാപകടത്തിൽ പരിക്കേറ്റു എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ച യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ്. ചെറുവത്താനി അമ്മാട് വീട്ടിൽ രവിയുടെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. ഡോക്ടേഴ്സ് പരിശോധിച്ചപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 3 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കണം. അതിനു മുമ്പ് ചെറിയൊരു ഇടവേളയുണ്ട്. പ്രേക്ഷകർ തുടരുക. ഷോർട്ട് ബ്രേക്ക്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് 120 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യ ഓൾ ഔട്ടായി. 42 റൺസ് എടുത്ത ഋഷഭ് പന്താണ് ടോപ്പ് സ്കോറർ. ഹാരിസ് റൌഫും നസീം ഷായും 3 വിക്കറ്റ് വീതം വീഴ്ത്തിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനിൽ, ഇന്ത്യയുടെ പ്രകടനം എങ്ങനെയായിരുന്നു? ഒരു മികച്ച സ്കോർ പടുത്തുയർത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതീക്ഷകൾ എത്രത്തോളമുണ്ട് അനിൽ? റിജിത്ത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശപ്പെടുത്തുന്ന സ്കോർ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 119 റൺസിന് ഇന്ത്യയുടെ എല്ലാവരും തന്നെ പുറത്തായി. മഴ മൂലം വളരെ വൈകി തുടങ്ങിയ ഒരു മത്സരമാണ്. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ബൗളർമാരുടെ ഒരു വലിയ പേമാരി തന്നെയാണ് ഉണ്ടായതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യക്ക് യാതൊരു തരത്തിലുള്ള അവസരവും കൊടുത്തില്ല. തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ ഓപ്പണർമാരും ഏറ്റവും സ്റ്റാർ ബാറ്റേഴ്സുമായുള്ള രോഹിത്തിനെയും കോഹ്ലിയും പുറത്താക്കിക്കൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരു അപ്പർ ഹാൻഡ് എടുത്തിരുന്നു. പിന്നീട് ഋഷഭ് പന്ത് പൊരുതി നോക്കിയെങ്കിൽ പോലും പിന്നാലെ വന്ന ആർക്കും തന്നെ വലിയ സ്കോറുകളിലേക്ക് പോകാൻ സാധിക്കാത്തത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി. അങ്ങനെ 119 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി. 19 ഓവറിൽ 42 റൺസ് എടുത്ത ഋഷഭ് പന്താണ് ടോപ്പ് സ്കോറർ. അക്സർ പട്ടേൽ 20 റൺസ് എടുത്തു. അദ്ദേഹമാണ് സെക്കൻഡ് ടോപ്പ് സ്കോറർ. രോഹിത് ശർമ്മ 13, കോഹ്ലി 4, സൂര്യകുമാർ യാദവ് 7, ശിവൻ ദൂബെ 3, ഹർദിക് പാണ്ഡ്യ 7, രവീന്ദ്ര ജഡേജ 0, അർഷദീപ് 9, ജസ്പ്രീത് ബുംറ 0, സിറാജ് 7 എന്നിങ്ങനെയാണ് ഇന്ത്യൻ താരങ്ങളുടെ സ്കോർ. ഹാരിസ് റൌഫും നസീം ഷായുമാണ് 3 വിക്കറ്റും വീതവും വീഴ്ത്തിയപ്പോൾ മുഹമ്മദ് അമീർ 2, ഷഹീൻ അഫ്രീദി 1 വിക്കറ്റും വീഴ്ത്തി. എല്ലാ വിക്കറ്റുകളും പേസർമാർക്കാണ്. വലിയ രീതിയിൽ നമ്മൾ പേടിച്ചതുപോലെ തന്നെ പാകിസ്ഥാന്റെ പേസർമാർക്കെതിരെ പിടിച്ചു നിൽക്കാൻ ഇന്ത്യൻ ബാറ്റർമാർക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. ഈ പിച്ചിൽ കഴിഞ്ഞ ദിവസവും വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു ഇതേ പിച്ചിൽ. പക്ഷേ അതിനേക്കാൾ ഒരു കമ്പാരിറ്റീവ്ലി കൂടുതൽ പേസേഴ്സിന് കൂടുതൽ ആനുകൂല്യം നൽകുന്ന തരത്തിലായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഇന്ത്യൻ ബാറ്റർമാർക്ക് യാതൊരു തരത്തിലുള്ള ഒരു ക്ലൂവും ലഭിക്കാത്ത തരത്തിലാണ് ബാറ്റ് ചെയ്തത്. എന്തായാലും ഇനി ഇന്ത്യക്ക് ഈ സ്കോർ പ്രതിരോധിക്കാനാവുമോ എന്നാണ് നമുക്ക് അറിയാനുള്ളത്. ജസ്പ്രീത് ബുംറയും
മുഹമ്മദ് സിറാജും അർഷദീപും എല്ലാം ഈ പാകിസ്ഥാൻ ബൗളർമാരെക്കാൾ ഒരു മികച്ച ബൗളിംഗ് പ്രകടനം തന്നെ കാഴ്ചവെച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് പ്രതീക്ഷയുള്ളൂ. ഈ ലോകകപ്പിൽ 2020 ലോകകപ്പിന്റെ ചരിത്രത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് വലിയ റെക്കോർഡുണ്ട്. ഇതുവരെ നേരിട്ട 7 മത്സരങ്ങളിൽ 6 ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. 1 മത്സരം മാത്രമാണ് തോറ്റത്. ആ റെക്കോർഡ് ഇന്ത്യക്ക് പുതുക്കാനാവുമോ അതോ പാകിസ്ഥാന് 2ാം ജയമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഇന്ത്യൻ ബൗളർമാരിൽ നമ്മൾ പ്രതീക്ഷ വയ്ക്കുകയാണ്. റീജിത്ത്. ശരി, അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇടവേളയ്ക്ക് മുമ്പ് ഞാൻ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. തൃശൂർ കുന്നംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റെന്ന് പറഞ്ഞ് ആശുപത്രിയിലെത്തിച്ച യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. ചെറുവത്താനി അമ്മാട്ടുവീട്ടിൽ രവിയുടെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. ഡോക്ടേഴ്സ് പരിശോധിച്ചപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് മരണം സംഭവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇങ്ങനെയൊരു സംശയം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഡോക്ടേഴ്സ് പറയുന്നത് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളൊപ്പം തന്നെ പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എങ്ങനെയാണ്? സൂരജ് സജി. ഇന്ന് രാത്രി 9 മണിയോടുകൂടിയാണ് ഇരുചക്ര വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറുവത്താനി സ്വദേശി വിഷ്ണുവിനെ ഈ കുന്നംകുളത്തെ റോയൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആ സമയത്ത് സ്കൂട്ടറിൽ നിന്ന് പരിക്കേറ്റു എന്നായിരുന്നു ഈ ഒപ്പമുണ്ടായിരുന്ന യുവാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഡോക്ടർ പരിശോധിച്ചതിൽ നിന്നാണ് ഈ യുവാവ് മണിക്കൂറുകൾക്ക് മുമ്പ് മരിച്ചു എന്ന വിവരം മനസ്സിലാക്കുന്നത്. ഇതോടുകൂടി ഡോക്ടർ ഇത് പോലീസിൽ. ശരി, സൂരജിലേക്ക് വരാം. ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാധ്യമങ്ങളെ അതൊക്കെ ഒരു നിരന്തരമായിട്ടുള്ള പ്രക്രിയയുടെ ഭാഗമാണ്. അത്രമാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഒരു നിരന്തരമായിട്ടുള്ള പ്രക്രിയയുടെ ഭാഗമാണ്. വകുപ്പുകൾ സംബന്ധിച്ച എന്തെങ്കിലും നിർദ്ദേശം ഇല്ല. ന്യൂനപക്ഷ കമ്മീഷൻ അതെ, ഒ രാജഗോപാലിന്റെ ശിഷ്യനാണ്. കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് മന്ത്രി? ആദ്യം അത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കും. കാരണം രാജ്യത്തിൻ്റെ വികസനത്തോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസനം ആവശ്യമാണ്. അതിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ശ്രമിക്കുക. അതൊരു ഡ്യൂട്ടിയാണ്, ഒരു സെൻട്രൽ മിനിസ്റ്ററുടെ ഡ്യൂട്ടിയാണ്. അതിനുവേണ്ടി ശ്രമിക്കുക. ആ കാര്യത്തിൽ സംശയമില്ല. ക്രൈസ്തവ സമുദായ അംഗം എന്നുള്ള നിലയിൽ കൂടിയാണ് അങ്ങയുടെ പേര് കുറച്ചുകൂടി ആഘോഷിക്കപ്പെടുന്നത് BJPക്കുള്ളിലും ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമ്പോൾ. അപ്പോൾ നിലവിൽ കേരളത്തിൽ ക്രൈസ്തവ സമുദായത്തിൻ്റെ വോട്ട് ഇത്തവണ BJPക്ക് കൂടുതലായി ലഭിച്ചിട്ടുള്ളൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ മുന്നോട്ട് കൂടുതൽ ബ്രിഡ്ജ് അതായത് ആ പാലം കുറച്ചുകൂടി ശക്തമാക്കാൻ ഈ മന്ത്രിസ്ഥാനം ഉപകരിക്കപ്പെടുമെന്ന് 1 മണിക്കൂർ മുമ്പാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൻ്റെ അകത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സമുദായം നോക്കിയിട്ട് പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും ക്ഷേമമാണ് നോക്കുന്നത്. എല്ലാ സമുദായത്തിൻ്റെയും ക്ഷേമമാണ് നോക്കുന്നത്. അതിനുവേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നത്. മൈനോറിറ്റി കമ്മീഷൻ ആയിരുന്നപ്പോൾ ശരിയാണ്, അത് ക്രിസ്ത്യൻ മെമ്പർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജെയിൻ മെമ്പർ, ബുദ്ധിസ്റ്റ് മെമ്പർ, ആരോഗ്യപരമായിട്ടുള്ളൊരു മത്സരം തന്നെ ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ, ഇഷ്യൂസിൽ ഇടപെടുന്നത്. ഇത് മന്ത്രിയായി കഴിഞ്ഞാൽ മൈനോറിറ്റി കമ്മീഷൻ പറയുന്നത് പോലെ പറയാൻ സാധിക്കില്ലല്ലോ. ജനങ്ങളെന്നുള്ള രീതിയിലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഒരു പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പരിചയം വെച്ച് അങ്ങനെ പറയുന്നതാണ് പലപ്പോഴും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ കുഴപ്പവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും വികസനം, പക്ഷേ ആരുടെയെങ്കിലും അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന അവസരത്തിൽ അതിനുവേണ്ടി നിലകൊള്ളും, അല്ലെങ്കിൽ ആ അവകാശം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിലകൊള്ളും എന്ന് പറയുന്ന ഒരു രീതിയും പൊതുവായിട്ട് എപ്പോഴും ഇത് പറയുന്നതും രണ്ടാണ്. ഞാനത് മിനിസ്റ്ററല്ല എങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും ഒരു മതത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു മതം പ്രത്യേക മതം എന്ന് പറയാൻ സാധിക്കും. ന്യൂനപക്ഷം എന്ന് വേണേൽ പറയാം, ഭൂരിപക്ഷം എന്നും പറയാം. ന്യൂനപക്ഷം നമ്മുടെ ഭരണഘടനയുടെ അനുസരിച്ചുള്ള ഇതാണ്. അപ്പോൾ ന്യൂനപക്ഷം എന്ന് പറയുന്നത് എല്ലാ ന്യൂനപക്ഷക്കാരും വരും. ആ രീതിയിലേ പറയാൻ സാധിക്കും. ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി മന്ത്രിസ്ഥാനത്തിലുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച്. അതെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി പടപൊരുതി ജയിച്ച ഒരു നേതാവാണ്. ജനങ്ങളുടെ മാൻഡേറ്റുള്ള ഒരു നേതാവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സംഘടനയുടെ ഒരാൾ എന്നുള്ള സങ്കല്പത്തിലായിരിക്കണം വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് സുരേഷ് ഗോപിയുടെ വിജയം നൽകുന്ന ഒരു ആനുകൂല്യമാണ്. പ്രധാനമന്ത്രി തന്നെ വിളിച്ച് പറഞ്ഞു രാവിലെ? അല്ല, രാവിലെ അല്ലല്ലോ, ഇന്നലെ ഇവിടെ വരാൻ പറഞ്ഞു. അതിനുശേഷം പിന്നെ അതിൻ്റെ BJPയുടേതായിട്ടുള്ള ചില പ്രക്രിയകളുണ്ട്. അവസാനമാണ് PM-ൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ച അവസരത്തിൽ, കാരണം PMO എന്ന് പറയാതെ ഒരാൾ മന്ത്രിയാണ് എന്നൊരാൾക്ക് പറയാൻ സാധിക്കും, മന്ത്രിയാവുന്നു. അപ്പോൾ അത് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മുടെ സംവിധാനത്തിൽ PMO എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സത്യപ്രതിജ്ഞയ്ക്ക് പോവുകയാണ് സെൻട്രിയായി മാറിയിട്ടുണ്ടായിരുന്നു ഈ മന്ത്രിസ്ഥാനം. അത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. ഇല്ല പ്രതീക്ഷിച്ചു. അതെ
ഏത് വകുപ്പ് വേണമെന്നാണ് ആഗ്രഹമാണ്? അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ജനങ്ങളോട് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, വികസനത്തിന് വേണ്ടി കൂടെ ഉണ്ടാവും. ഇപ്പൊ അല്പസമയം മുമ്പ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് കേരളത്തിലെ CPM-ഉം ഒപ്പം മാർക്സിസ്റ്റ് കോൺഗ്രസും നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചുള്ള BJP-യുമായി ബന്ധപ്പെട്ട് നടത്തുന്ന തെറ്റായ പ്രചരണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ മന്ത്രിസ്ഥാനം എന്ന് പ്രസ്താവന അദ്ദേഹം നടത്തുന്നത്. അല്ല, അദ്ദേഹം എൻ്റെ സീനിയർ ലീഡറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാനതിനെപ്പറ്റി പ്രതികരിക്കേണ്ട കാര്യമില്ല. ഓക്കെ. നിങ്ങൾ ഇത്രയും നേരം നിൽക്കുന്ന എനിക്കറിയാം. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിക്കുകയായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യും. അവരുടെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി രാഷ്ട്രീയം നോക്കാതെയുള്ള ഇടപെടൽ പ്രവർത്തനം തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന ഉറപ്പാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ജനങ്ങൾക്ക് നൽകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. ആ വാർത്തയ്ക്കിടയിൽ നിന്നാണ് ജോർജ് കുര്യൻ്റെ പ്രതികരണത്തിലേക്ക് പോയത്. തൃശൂർ കുന്നംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റെന്ന് പറഞ്ഞ് ആശുപത്രിയിലെത്തിച്ച യുവാവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന വിവരം പുറത്തു വരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളുമായി സൂരജ് സജി തുടരുന്നുണ്ട്. സൂരജ്, തുടരാം. ഇന്ന് രാത്രി 9 മണിയോട് കൂടിയാണ് ഇരുചക്ര വാഹനത്തിൽ നിന്ന് വീണു പരിക്കേറ്റു എന്ന് പറഞ്ഞ് ചെറുവത്താനി സ്വദേശി 26 വയസ്സുള്ള വിഷ്ണുവിനെ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. പിന്നീട് ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് മണിക്കൂറുകൾക്ക് മുമ്പ് വിഷ്ണു മരിച്ചു എന്ന് കണ്ടെത്തുന്നത്. ഇതോടുകൂടി ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളോട് ഈ പോലീസിന് വിവരം കൈമാറണമെന്ന് അറിയിച്ചു. ഇതോടെ അവിടെ ഉണ്ടായിരുന്ന യുവാക്കൾ ഈ ആശുപത്രിക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. അതോടുകൂടി തന്നെ പോലീസിന് വിവരം അറിയിക്കുകയും കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി 3 യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അതോടൊപ്പം തന്നെ യുവാവ് എങ്ങനെയാണ് മരിച്ചത് എന്ന് കണ്ടെത്തുന്നതിന് പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. നാളെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടക്കുക. അതിനുശേഷം മാത്രമായിരിക്കും ഈ മരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും യുവാക്കൾ നിലവിൽ കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മൃതദേഹം നിലവിൽ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറണമെന്ന് CPI തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ ആവശ്യം. മുഖ്യമന്ത്രി മാറാതെ തിരിച്ചുവരവ് എളുപ്പമല്ല. അത് പറയാനുള്ള ആർജവം CPI കാണിക്കണം. തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു. തൃശൂരിലെ കോൺഗ്രസ് തോൽവിയിലും DCCയിലെ കൂട്ടത്തല്ലിലും ഒടുവിൽ നടപടി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും UDF കൺവീനർ MP വിൻസെന്റിനും സ്ഥാനം നഷ്ടമാകും. നിയുക്ത MP VK ശ്രീകണ്ഠനായിരിക്കും DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല. അതിനിടെ കോഴിക്കോട് K മുരളീധരനെ പിന്തുണച്ച് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കനത്ത തെരഞ്ഞെടുപ്പ് തോൽവിയും കോൺഗ്രസിന് തന്നെ നാണക്കേടായ കൂട്ടത്തല്ലിലും കർശന നടപടി വേണമെന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചതോടെയാണ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെയും UDF ചെയർമാൻ MP വിൻസെന്റിനെയും മാറ്റാൻ നടപടി തുടങ്ങിയത്. പകരം ബെന്നി ബെഹന്നാന് ചുമതല നൽകാൻ ആലോചിച്ചെങ്കിലും വിസമ്മതിച്ചതോടെയാണ് VK ശ്രീകണ്ഠന് ചുമതല നൽകുന്നത്. DCC പ്രസിഡന്റിനെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി നേതൃത്വം വിശദീകരണം തേടിയിരുന്നു. തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിലെ തോൽവി സംബന്ധിച്ച് പരിശോധിക്കാൻ അന്വേഷണ കമ്മീഷനെ KPCC നിയോഗിക്കും. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കൂടി അടിസ്ഥാനപ്പെടുത്തി കൂടുതൽ പേർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതും ആലോചനയിലുണ്ട്. മുൻ MP TN പ്രതാപൻ, AICC അംഗം അനിലക്കര എന്നിവർക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യം പ്രവർത്തകർക്കിടയിൽ ശക്തമാണ്. K മുരളീധരന്റെ കടുത്ത നിലപാടും നേതാക്കൾക്കെതിരായ നടപടിയുടെ ആക്കം കൂട്ടി. അതിനിടെ K മുരളീധരന് വേണ്ടി കോഴിക്കോട് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ലെന്നാണ് പോസ്റ്ററിലുള്ളത്. കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 24 തൃശൂർ. പ്രൈം ടൈം ന്യൂസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം കോഴിക്കോട് പേരാമ്പ്രയിൽ പ്രവർത്തനം ആരംഭിച്ചു. മുൻമന്ത്രിയും പേരാമ്പ്ര MLAയുമായ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡ് ചെയർമാൻ MP അഹമ്മദിന്റെ സ്വദേശം കൂടിയാണ് പേരാമ്പ്ര. പേരാമ്പ്ര കുറ്റ്യാടി റോഡിൽ LIC ഓഫീസിന് സമീപമാണ് ഷോറൂം. സ്വർണ്ണ വജ്രാഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഡിജിറ്റൽ പർച്ചേസ് സൗകര്യം ഷോറൂമിന്റെ പ്രത്യേകതയാണ്. മലബാർ ഗോൾഡ് ചെയർമാൻ, ഡയറക്ടർമാർ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാ ഷോറൂമിലും എല്ലാ ഐറ്റവും കിട്ടും. ഞങ്ങളുടെ പുതിയ ടെക്നോളജി അനുസരിച്ച് ഒമ്നി ചാനൽ വരുന്നുണ്ട്. ഒമ്നി ചാനലിൽ ഏത് രാജ്യത്തുള്ള ആൾക്കാർക്കും ഏത് പ്രൊഡക്റ്റും മേടിക്കാൻ പറ്റും. LSI കൂടി ഏതൊക്കെ പ്രൊഡക്റ്റ് ഏതൊക്കെ ഷോപ്പിൽ, ഇപ്പം ഇവിടെ ഡൽഹിയിലെ ഷോപ്പിലോ അല്ലെങ്കിൽ ചെന്നൈയിലെ ഷോറൂമിലുള്ള സാധനം ഇവിടെ മേടിക്കാൻ പറ്റും. എല്ലാ സ്ഥലത്തുള്ള സാധനവും ഒന്നായി കാണാനും ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവിടുന്ന് ഇപ്പം അമേരിക്കയിൽ പോയി IT വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പങ്ങൾക്ക് പേരാമ്പ്രയിലെ പങ്ങൾക്ക് ഓർണമെൻറ്റ്സ് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അവിടെ നോക്കി കണ്ടിട്ട് ഓൺലൈനിൽ ഇപ്പോഴൊക്കെ ഡിജിറ്റലാണ്
ടെക്നോളജി വളർന്നു. ആ ടെക്നോളജി കൂടി അവിടെ നിന്ന് വാങ്ങി ഇവിടെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഇന്ന് ടെക്നോളജിൻ്റെ കാലഘട്ടമാണ്. ലോകം ഒരു ഗ്ലോബായിട്ട് ചുരുങ്ങുകയാണ്. പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.